യാക്കോബായ സഭയിലെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. ലെബനിലെ അച്ചാനെ സെന്റ് മേരീസ് പാത്രിയാർക്കൽ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സ്ഥാനാരോഹണത്തോട് അനുബന്ധിച്ച് എറണാകുളം പുത്തൻകുരിശിലെ സഭാസ്ഥാനത്തും വിവിധ ദേവാലയങ്ങളിലും പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, വിശ്വാസ സമൂഹം കാത്തിരിക്കുന്ന ആ പരിശുദ്ധ നിമിഷത്തിലേക്ക് എത്തുകയാണോ? ചടങ്ങുകൾ ആരംഭിക്കാറായോ പ്രദീപ്? പ്രജീഷ്, ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ തുടങ്ങാൻ കേവലം 1.5 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ത്യൻ സമയം അനുസരിച്ച് രാത്രി 8:30 മണിക്കാണ് ലെബനോനിലെ ബെയ്റൂട്ടിൽ ഈ ചടങ്ങുകൾക്ക് തുറക്കുമുറിക്കുക. ബെയ്റൂട്ടിലെ അച്ചാനിയിലുള്ള സെന്റ് മേരീസ് പാട്രിയാർക്കൽ കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചടങ്ങ് നടക്കേണ്ടിയിരുന്നത് സിറിയയിലെ ഡമാസ്കസിലായിരുന്നു. എന്നാൽ അവിടുത്തെ ക്രമസമാധാന സാഹചര്യങ്ങളും മറ്റും പരിഗണിച്ചാണ് ലെബനോനിലെ ബെയ്റൂത്തിലേക്ക് ഈ ചടങ്ങ് മാറ്റിയത്. യാക്കോബായ സഭയിൽ നിന്ന് ഉൾപ്പെടെയായി ഏതാണ്ട് 500-ലധികം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ പ്രതിനിധികൾ, നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഭാംഗങ്ങൾ തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ മാസം 30-നാണ് അദ്ദേഹം തിരികെ എത്തുന്നത്. തിരികെ എത്തുമ്പോൾ വളരെ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ന് ലെബനോനിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുമ്പോൾ സഭാ ആസ്ഥാനമായ ഈ പുത്തൻകുരിശ് പാത്രിയാർക്ക സെൻറ്ററിൽ, അതുപോലെ തന്നെ സഭയുടെ കീഴിലുള്ള വിവിധ രൂപതകളിൽ, വിവിധ ദേവാലയങ്ങളിൽ ഒക്കെ ആഘോഷ പരിപാടികൾ, അതുപോലെ സന്തോഷം പങ്കിടുന്ന ഒത്തുചേരൽ നിമിഷങ്ങൾ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ പ്രാദേശിക ഭരണത്തിന് വേണ്ടിയാണ് ശ്രേഷ്ഠ കാതോലിക്കമാരെ നിയമിക്കുന്നത്. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന 81ാമത് ശ്രേഷ്ഠ കാതോലിക്കയാണ് ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. അദ്ദേഹം ബസേലിയോസ് ജോസഫ് എന്നുള്ള പേരിലാവും ഇനി മുതൽ അറിയപ്പെടുക. ബസേലിയോസ് എന്നുള്ള പേര് ഇത്തരത്തിൽ കാതോലിക്കന്മാർക്ക് പൊതുവായി ലഭിക്കുന്ന ഒരു പേരാണ്. ബസേലിയോസ് ജോസഫ് എന്നുള്ള പേരിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. അതേസമയം ദീർഘകാലത്ത് മെത്രാപ്പൊലീത്തയായി സേവന പാരമ്പര്യമുള്ള ആൾ കൂടിയാണ് ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. മാത്രമല്ല സഭയുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലൊക്കെ വിപുലമായ തോതിൽ ഇടപെടുന്ന നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തു പറയാനുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല ദൈവശാസ്ത്രത്തിലൊക്കെ തന്നെ വലിയ പണ്ഡിതനായിട്ടുള്ള, അങ്ങനെ സഭയെ സംബന്ധിച്ചോളം എത്ര നൂറ്റാണ്ടുകളായി വിശിഷ്ട പദവികളിൽ തുടരുന്ന വ്യക്തിത്വമാണ് ഇപ്പോൾ വലിയ ഒരു സ്ഥാനത്തിലേക്ക് എത്തപ്പെടുന്നത്.